ഹലോ ഗൈസ്, വെൽക്കം ടു ഗോൾഡൻ ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പാലക്കാട് പോവാട്ടോ. പാലക്കാടാണ് ഇപ്പോൾ നമുക്ക് രണ്ടാൾക്ക് ലീവാണ്. അപ്പോൾ വന്നത് ശരിക്കും എന്തിനാണെന്ന് വെച്ചാൽ ഐഫോണ് എൻ്റെ ഫോണിൻ്റെ ചാർജർ കേടുവന്നു. അപ്പോൾ നമ്മളന്ന് ബീച്ചിൽ പോയില്ലേ, അപ്പോൾ അവിടെ വെള്ളം കയറിയിട്ടാണ് എന്താ അറിയില്ല കേടുവന്നു. അപ്പോൾ അത് നേരാക്കാൻ കൊടുക്കാനാണ് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ അതൊരു പേര്. പിന്നെ നമ്മൾ കറങ്ങാനാണ് പോകുന്നത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. പാലക്കാട് പുതുശ്ശേരിയാണ് അച്ഛൻ്റെ വീട്. വീട്ടോടെ വണ്ടി ഓടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയൊക്കെ കാണിച്ചു തരാം. നല്ല രസമാണ് അച്ഛൻ്റെ വീട് കേട്ടോ, പുതുശ്ശേരി. നല്ല ഇഷ്ടമാണ് അവിടുത്തെ വീടൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്കവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ഏട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി എന്തെങ്കിലും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പുതുശ്ശേരി എത്തി. അപ്പോൾ നമ്മൾ ചന്ദ്രനഗർ എത്തി അല്ലേ, ചന്ദ്രനഗർ എത്തി. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ മെയിൻ ഇരിക്കുന്നുണ്ട്, മെയിനിപ്പോൾ കാണിക്കാം. മെയിനിൻ്റെ കാര്യം എന്താ വെച്ചാൽ മെയിൻ എപ്പോഴും പരാതിയാണ്. മെയിൻ മാത്രമാണ് വീഡിയോസ് എടുക്കണുള്ളൂ, മെയിൻ മാത്രമാണ് പറയണുള്ളൂ, വോയിസ് ഓവർ കൊടുക്കണുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫാമിലിയുടെ അമരക്കാരെന്ന് സ്വയം വിശ്വസിക്കണ ഒരാളാണ്. ആളില്ലെങ്കിൽ ഗോൾഡൻ ഫാമിലി ഇല്ല എന്നാണ് ആളുടെ ഒരു വിചാരം. അച്ഛൻ്റെ വീട് ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മളിപ്പോ കാറിൽ ഇരുന്നിട്ടൊരു പ്ലാൻ ചെയ്യാട്ടോ. അച്ഛനൊന്നും അറിയില്ല നമ്മളിപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. പിന്നെ അച്ഛൻ എപ്പോഴും പരാതിയാട്ടോ, അച്ഛൻ്റെ വീട്ടിലേക്ക് മാത്രം ആരും പോവില്ല അങ്ങനെയൊക്കെ. ശരിക്കും നമ്മൾ എന്താ പറയുക, അപ്പോൾ വന്നിട്ട് 1-2 കൊല്ലമായില്ലേ ഇവിടേക്ക്. 1.5 കൊല്ലമൊക്കെ ആയി. നമ്മളിവിടെ പുതുശ്ശേരി മേടിക്കാണ് വരാറ്. കഴിഞ്ഞ കൊല്ലമൊന്നും അതിനും വന്നില്ല, ലീവില്ലാത്ത കാരണം. അപ്പോൾ അച്ഛന് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ അച്ഛന് നല്ല സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾക്ക് അച്ഛനറിയില്ല നമ്മളിവിടെ വരുന്നുണ്ടെന്നൊന്നും അച്ഛനറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടും. എന്നിട്ട് നമ്മൾ അച്ഛനെ ആ ടി വിയിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛന് സർപ്രൈസ് ആവുമല്ലോ. നിങ്ങൾ ഇവിടേക്ക് പോയോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ആ റിയാക്ഷനും കൂടി എടുക്കാം. അച്ഛൻ അതിന് മുന്നേ അറിഞ്ഞ് ഇനി അമ്മയ്ക്ക് വിളിച്ചിട്ട് അമ്മ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ ഇടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാം. ലഭ്യട്ടാ എന്താ മീന് ആലോചനയിലാണ്, എന്തോ ആലോചനയിലാണ്. മെയിൻ വിബിയായിട്ടെന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് മെയിൻ ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ബേക്കറിയിലൊന്ന് കയറണം കേട്ടോ. ഇവിടെ പുതുശ്ശേരി എത്തി. നമുക്ക് ബേക്കറിയിൽ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. അത്രേ നമ്മള് വിബിയാട്ടിന്റെ സ്വന്തം ജനിച്ച് വളർന്ന നാടാണ്. ഞാൻ ജനിച്ചത് പാലപ്പുറത്താണ്. അതെ, ജനിച്ചത് പാലപ്പുറത്താണ്. ആദ്യമൊക്കെ ഇവിടെ തന്നെ അമ്മായിന്റെ വീട്ടിൽ തന്നെ. അമ്മായിന്റെ വീട്ടിൽ വരും, നമ്മുടെ വീട്ടിൽ വരും. അമ്മായിന്റെ വീടും തൊട്ടപ്പുറത്ത് തന്നെയാണ്. അത് കാണിച്ചു തരാം. അവിടെ തന്നെ വരിക, അടി ഉണ്ടാക്കുക, നിലവിളിക്കുക, ഓടി വരിക വീട്ടിലേക്ക്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞു അവിടെ. അപ്പോൾ കരഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരും. അങ്ങനെ കുറെ ഓർമ്മ, എല്ലാവർക്കും ഓരോ ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് റീൽസ് ഒക്കെ എടുക്കാണ്ട്, എന്തൊക്കെ നടക്കുന്ന അറിയില്ല. അതിന് മുന്നേ തെറ്റി പിരിയോ ഫസ്റ്റ് നല്ല ഉഷാറായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയും, ദേഷ്യം വരുമോ. 2 ദിവസം നല്ല ഇണക്കാണെങ്കിൽ 3-ാമത്തെ ദിവസം പിണക്കാം. 4-ാമത്തെ ദിവസം മിണ്ടും അല്ലേ. ഓക്കെ, ഇതാണ് പുതുശ്ശേരി അമ്പലം. താഴെയാണ്. അപ്പം അച്ഛൻ്റെ ഇവിടേക്ക് ഞങ്ങൾ ഇറങ്ങി പോണ വഴി കേട്ടോ, അച്ഛൻ്റെ വീട്ടിലേക്ക്. നല്ല ഇഷ്ടം ഇവിടെ, അടിപൊളിയാണ്. ഇവിടുത്തെ സ്ലാങ്ങിന് വ്യത്യാസം എങ്ങനെ പറയുന്നത് അച്ഛന് സംസാരിക്കുമ്പോ ഇടയ്ക്ക് വരും. ഇത് കൊള്ളാട്ടോ, ഇത് കൊള്ളാണ്. ഈ കുളത്തിൽ വന്നിട്ട് എത്ര കുളിച്ചിട്ടുണ്ടെന്ന് അറിയോ.
ഇത് കുളം ആകതായിരിക്കണോ? എന്താണ് അങ്ങനെ പറയില്ല, പാലക്കാട് മാറ്റി അറിയില്ല ശരിക്കും. എന്താണ് പച്ചന്റെ വീടെത്തി. ഇതാണ് വീട്ടിക്ക് പോണ വഴി. കാറും കൂടെ നിർത്താം. കാർ ഫുള്ളായിട്ട് പോവില്ല, നമുക്ക് ഏകദേശം ഇവിടെ നിർത്താം. ഏതെങ്കിലും വണ്ടിയൊക്കെ വരികയാണെങ്കിൽ. ശിവക്കുട്ടി അവിടെ നോക്കുന്നുണ്ട്. അതാണ് നോക്കണ്ട അവിടെ നിന്ന് കാണുന്നുണ്ട്. മനസ്സിലായിട്ടില്ല. ഇതാണ് ഗൈസ് അച്ഛൻ്റെ വീട് കേട്ടോ. ഹായ് 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 ഹായ്. ചികക്കുട്ടി വരുന്നുണ്ട്. ചികക്കുട്ടി വലുതായി. ചികക്കുട്ടി ഹൈറ്റ് വെച്ചല്ലേ. കളിയാണ്, ഒരേ കളിയാണ്. മേമയുടെ മേമയുടെ വേണ്ട 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 പോകാണ് ഇവിടെ പ്രശ്നം. വേണ്ട പോകാണ് ഇവിടെ പ്രശ്നം. വീട്ടിൽ കളിച്ചിരുന്നതാ. ചിരിച്ചു. അതാ ലക്ഷം വരുന്നുണ്ട്. എൻ്റെ നല്ല വയസ്സായി, മുണ്ടൊക്കെ നടിച്ച്. ഇല്ലല്ല ഒറ്റയ്ക്ക് വരും. സങ്കടം വന്നില്ലേ? നിങ്ങളെ കണ്ടപ്പോൾ സങ്കടം ഇവിടെ കരയൂ. ഇവിടെ കഞ്ഞി കുടിക്കാൻ പോയതാണോ? മുണ്ടില്ല, എന്നോട് മുണ്ടില്ല. സംസാരിക്കും ബേട്ടാ. കഞ്ഞി കുടിച്ചോ? തിരക്കുണ്ടോ? അവിടെ നടന്നാ വരുന്നേ? ഞങ്ങൾ വരുമ്പോ കണ്ടില്ല, ഞങ്ങൾ പോകുന്നുണ്ടോ? ശരി ശരി. ചൂട് ഒന്ന് കിട്ടൂട്ടോ. ഏയ് ചൂടാണോ? എന്താ ശരീരമൊക്കെ ചൂട്. പിന്നെ വെയിലത്ത് നടന്നു വരുമ്പോ ചൂടുണ്ടാ. 4 മണിയുള്ളൂ. ഒരേ മുഖം. തമാശല്ല ചിരി വന്ന് ഞങ്ങൾ നേരത്തെ അറിയാലോ വരുന്ന നമുക്കിവിടെ ഒരു അമ്പലമുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മയുടെ അമ്പലം. മേഘ തുടങ്ങുന്നുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മേ. എന്താ കരിയാണോ? എന്താ പ്രാർത്ഥിച്ച? ശരിക്കും എന്താ പ്രാർത്ഥിച്ച്? വല്യമ്മ വന്നു. വല്യമ്മ ഓടി
ഓടിച്ചാടി വന്ന് പണി സ്ഥലത്ത് നിന്ന് വന്ന് പറഞ്ഞപ്പോ കാണാൻ വേണ്ടിട്ട് എല്ലാരും വാ. ചേച്ചിയാണെങ്കിൽ ചായ. ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട. മേഘസ് ഏയ് വേണ്ട വേണ്ട. ഓട്ടം ചാട്ടം സൂപ്പർ ചായ എന്ന് പറയണ നന്നായിട്ടോ? ചൂടോ? ആ ഞാൻ കുടിക്കാം, കുഴപ്പമില്ല. എനിക്ക് സങ്കടം വന്നിട്ടാണേ കണ്ടപ്പോ കരഞ്ഞു. സുന്ദരി രണ്ടുപേരും നേർന്നിട്ട് വിട്ടേക്കാ. സുന്ദരി ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പരിപാടി. ഇങ്ങനെ നോക്കണേ. ആരറിയാം. സുന്ദരി പെണ്ണേ, സുന്ദരി പെണ്ണേ. പരിചയായി. ചിരിക്കാന്ന് മനസ്സിലാവില്ല. ഇല്ല ഇല്ല ഇല്ല. ആരത്? ക്ഷീണായോ? 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 ദ്രാ എന്നെ നോക്കണല്ലേ? ദ്രാ ചീണ്. നേരായാലും രണ്ടെണ്ണം വന്നിട്ട് ആരാന്ന് മനസ്സിലാവണില്ല. അപ്പൊ ടാറ്റ 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 ടാറ്റ. ആ ടാറ്റ. ഞാൻ വിളിക്കാൻ വരാം. ടാറ്റ. ശരി. ആ അപ്പൊ നമ്മൾ അങ്ങനെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന്, അതായത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നല്ല ചൂട് പറഞ്ഞാൽ ഹെവി ചൂടാണ് അല്ലേ മേഘ? ഹെവി ചൂട്. ഇതാണ് പാലക്കാടൻ ചൂട്. മേഘക്കാകെ ക്ഷീണിച്ച്. ഇനി നമുക്ക് മറ്റേ നമ്മളൊരു പൊട്ടത്തരം ചെയ്തു. സർവീസ് എന്താ ഐഫോണിന്റെ കടയിലേ ബാഗ് മറന്നു വെച്ചു. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരം ഉറങ്ങിയില്ല. വയസ്സായില്ലേ. അവിടെ എന്തുകൊണ്ട് ഇവിടെ കയറിയാലോ? സദ്യ കയറിയാലോ? ഇപ്പൊ മെയിനായിട്ട് സദ്യ. എവിടെ സദ്യ ഉണ്ട് അവിടെ നമ്മൾ കയറും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിനി അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുക. അതായത് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ. അത് ജസ്റ്റ് ഇവിടെ നിന്നൊരു പോണ വഴിക്ക് തന്നെ 1/2 കിലോമീറ്റർ. വേറെ കാണുന്ന നീല മതിലാണ് അമ്മായി. ആരുണ്ടെന്ന് നോക്കിയാൽ ഫസ്റ്റ് നടക്കണ്ട, ആരും കാണാനില്ല. ഇതാണ് അമ്മായിൻ്റെ വീട്. വണ്ടിയിൽ വന്നാണ് ഞാൻ പാലക്കാട് വന്നപ്പോ അങ്ങനെ വന്നതാ അങ്ങട്. എന്നിവിടെ ആരും ഇല്ലേ? അമ്മ ആകെ ഷോക്കായിരിക്കാണ്. തിന്നാൻ പഠിച്ചതാ. ആകെ ഷോക്കായി കണ്ടപ്പോ ഇതാരാ പെടുന്നു. ഇനി വന്നിട്ടില്ലേ? കാണാലോ കാണാലോ. ഉറങ്ങാണോ? കഴിച്ചു അമ്പാടി 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 വേണ്ടേ? എന്തും വേണ്ട പറയണ. ഹായ് ഹായ് പറയും. ഹായ് അതന്നെ. ഹായ് പറഞ്ഞ അപ്പി കുട്ടിയാവും. ടാറ്റാ. ആ വെടിക്ക് നേരത്തെ വരാം. ടാറ്റാ ടാറ്റാ. പൂച്ചെടുക്കാൻ കേട്ടോ. ഓ ശിചേട്ടൻ്റെ മാമനത്തും അന്വേഷിച്ചു പറയും. പൂരത്തിന് വരും.
ശരി ഗാസ്റ്റിന്റെ ചങ്ക് ഫ്രണ്ട് പ്രവീൺ ഓക്കെ കാണാം. എനിക്ക് എത്ര പോരും മാർച്ച് 12-13 ആ പുതുശ്ശേരി പഠിക്കുമ്പോ ശരി 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 ടാറ്റാ. വേണ്ട ഓക്കെ ഓക്കെ ശരി. അങ്ങനെ അവിടുന്ന് പോന്നിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പാലക്കാട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പത്തിരിപ്പാല ഭക്ഷണം കഴിക്കാനെത്തി. ഓക്കെ, വിശന്നിട്ടുള്ള ഇരിപ്പാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം നോക്കിയത്, പാടം, ഭക്ഷണം. വാവ്, ഭക്ഷണം വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, മേഘയുടെ സന്തോഷം കണ്ട ഫുഡ് വന്നപ്പോൾ വിശന്നിട്ടിരിക്കുക പാവം. കഴിച്ചോ നന്നായി കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പറഞ്ഞു. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ബൈ.